പോത്തുപോലെ ഉറങ്ങാ പെണ്ണെ. നാ ആ റൂമിലെങ്ങാനും പോയി കടന്നൂടെ അടക്ക്. ഈ അടുക്കളയിലെ മഞ്ചേജ് കണ്ടുള്ളൂ. ഉമ്മച്ചീന്റെ ആട്ട് കേട്ട് ഒന്നുകൂടെ ചുരുണ്ടുകൂടി സുമി. കെട്ടിയന്റെ വരേന്ന് ഒരാഴ്ചത്തെ പരോളിന് സ്വന്തം വീട്ടിലെത്തിയതാണ് സുമയ്യ. ഒന്ന് നേരത്തെ കുളിച്ചൂടെ പെണ്ണെ അടക്ക്. ആ പാറി കിടക്കണ മുടിയൊക്കെ കണ്ട ഏതോ അണ്ണാച്ചി പെണ്ണുങ്ങളെ പോലുണ്ട്. ഇജ അവിടുന്ന് ഇങ്ങനെയാണോ വരാലേ? ഉമ്മച്ചി നിർത്താനുള്ള ഭാവമൊന്നുമില്ലാന്ന് കണ്ടപ്പോൾ ഓളൊന്ന് എണീറ്റ് കണ്ണു തിരുമ്മി. എന്റെ പൊന്നാര ഉമ്മച്ചി, ആകെ ഇവിടെ വരുമ്പോളാ ഒന്ന് നല്ലപോലെ ഉറങ്ങാറ്. അവിടെ ഇങ്ങനെയൊക്കെ പറ്റുമോ? നേരത്തെ എണീക്കണം, മുറ്റം അടിക്കണം, വെച്ചുണ്ടാക്കണം, ഒരു ലോഡ് അലക്കണം. ഉച്ചക്കൊന്ന് നടുനിവർത്തി കിടക്കുമ്പോ ആയിരിക്കും ഏതേലും വിരുന്നുകാരന്റെ വരവ്. അതിനുമാണ് ഞാൻ എണീക്ക. നിങ്ങൾ എന്തിനാണ് കെട്ടിച്ചു വിട്ട്? ഹ, ഇപ്പൊ കെട്ടിച്ചതിനായ കുറ്റം. നിന്റെ കെട്ടിയോ അൻവർ എന്ന് പറഞ്ഞ് മരിക്കലാണല്ലോ ജി. എന്റെ കെട്ടിയോനെ പറയണ്ട കേട്ടോ, നിങ്ങള് കെട്ടിയോ മജീദനെ പറഞ്ഞോളിങ്ങള് എന്നും പറഞ്ഞ് ഓളും കൊത്തുകൂടാൻ തുടങ്ങി. അപ്പോഴേക്കും നീരർത്ത വെളിച്ചെണ്ണ കുപ്പിയോളെ തലയിൽ കമിഴ്ത്തിയിരുന്നു ഉമ്മച്ചി. അവിടെ പോയാൽ പക്വതയാർന്ന വീട്ടമ്മയും ഇവിടെ എത്തിയാൽ ഉമ്മാന്റെ ഇള്ളക്കുട്ടിയും. മുടി നല്ലോണം കെട്ടർത്ത് കുളിമുറിയിലേക്ക് കുന്തി തള്ളിവിട്ടു. നേരെ പോയിരുന്നത് അലക്കുകല്ല്. ഉമ്മച്ചി വടിയെടുക്കുമെന്ന് കണ്ടപ്പോൾ ഓടി കുളിമുറിയിൽ കയറി വാതിലടച്ചു. സുമീന്റെ കെട്ടിയോൻ അൻവർ ഗൾഫിലാണ്. അവന്റെ വീട്ടിൽ അവൾക്ക് പരമസുഖമാണ്. എന്നാലും അവൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ദിവസങ്ങൾ എണ്ണിയാണ് അവൾ അവിടെ നിൽക്കാറുള്ളത്. ഭർത്താവ് കൂടെയില്ലെങ്കിൽ എല്ലാവർക്കും സ്വന്തം വീട് തന്നെയാണ് എപ്പോഴും സ്വർഗം. ഇനിയിപ്പോ അൻവർ നാട്ടിലുള്ളപ്പോ ആണെങ്കിലും അവൾ കിടക്കുന്ന വീട്ടിൽ പോയി നിൽക്കണം. മാസത്തിൽ ഒരിക്കൽ വയറുവേദന വരുമ്പോ അവൾക്ക് ഉമ്മച്ചീനെ കാണണം. ഉമ്മച്ചി ഉണ്ടാക്കി തരുന്ന കൂവത്തെളി വെള്ളവും വയറിൽ ചൂട് പിടിച്ച് ആ മടിയിൽ കിടന്ന് കാല് തടവി തരുമ്പോ കിട്ടുന്ന സമാധാനവും സുരക്ഷിതത്വമൊന്നും വേറെ എവിടെയും കിട്ടില്ല. കുളിയൊക്കെ കഴിഞ്ഞ് നേരെ പോയി ഫോണെടുത്ത് കളിക്കുമ്പോഴാണ് നേരത്തിൽ ഒന്നും കഴിക്കാഞ്ഞിട്ടാ അന്റെ കോരെങ്ങനെ എന്ന് പറഞ്ഞ് ഉമ്മച്ചി കഞ്ഞിപ്പാത്രം മുന്നിലേക്ക് നീട്ടുന്നത്. ചീത്തവിളി ഇനിയും കേൾക്കുമെന്ന് വിചാരിച്ച് രണ്ട് കൈയിൽ കഞ്ഞി മുക്കി കുടിച്ച് അച്ചാർ പാത്രം എടുത്ത് മെല്ലെ സ്ഥലം കാലിയാക്കി. ടിവിയുടെ റിമോട്ടും പിടിച്ച് ഒരു മൂലയിൽ സൈഡായപ്പോഴാണ് അമ്മായിമാന്റെ ഫോൺ വിളി. എന്തേപ്പ മരുകളോട് സ്നേഹം എന്ന് പറഞ്ഞ ഫോൺ എടുത്തപ്പോ, എന്തേ സുമിയേ, ജിങ്ങോട്ട് പോരുന്നില്ലേ? പോയിട്ട് കുറെ ദിവസമായല്ലോ. വന്നിട്ടാകെ 4 ദിവസമായിട്ടുള്ളൂ. അപ്പോഴേക്കും തിരിച്ചു വരാൻ ഓർഡർ. ദേഷ്യം പെരുപെരിയിൽ നിന്ന് അരിച്ചു കയറെങ്കിലും അൻവറിക്കാൻ ഓർത്ത് അവളൊന്നും പറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞു വരാം ഉമ്മച്ചിയെ എന്ന് പറഞ്ഞു. അങ്ങേ തലക്കിൽ ഒരു സുഖമില്ലാത്ത മൂളലും കേട്ടുകൊണ്ട് സുമി ഫോൺ വെച്ചു. അവിടെ ഉണ്ടല്ലോ ഒരു പെൺകുട്ടി, ഓളെ കെട്ടിച്ചു വിടുമ്പോ അറിയും എന്റെ മനസ്സിന്റെ ഇടങ്ങേറെന്ന് പറഞ്ഞ് പിറുപിറുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഉമ്മച്ചിയുടെ വരവ്. തിരിച്ചു വരാനുള്ള ഓർഡർ ഇട്ടില്ലേ? ഞങ്ങളൊക്കെ ഈ അവസ്ഥ കഴിഞ്ഞ സുമി മോളെ ഇവിടെ എത്തിയത്. കെട്ടിച്ചു വിട്ടാ പിന്നെ നമ്മുടെ വീടും വീട്ടുകാരൊക്കെ അവിടെയാണ്. അവരെ സ്വന്തമായിട്ട് കാണണം. സ്വന്തം വീട്ടിലേക്ക് പിന്നെ ഒരു വിരുന്നുകാരെ പോലെയാ വരേണ്ടത്. ഇവിടെ ഉണ്ടല്ലോ ഒരു മരുമോള്. ഇജ്ജ് വരുമ്പോഴല്ലേ ഓള് ഓളുടെ വീട്ടിൽ പോവാറ്. അണക്കിപ്പോ അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അന്റെ കെട്ടിയോ അവിടെ ഇല്ലെന്നുള്ള വിഷമം മാത്രല്ലേ ഉള്ളൂ. ഓന് നിങ്ങളെല്ലാരും പോറ്റാൻ വേണ്ടിയിട്ടല്ലേ അക്കരെ പോയി കഷ്ടപ്പെടുന്നത്. ഓരോരോ വീട്ടിലെ അമ്മായിമ്മപ്പോരും മറ്റു പ്രശ്നങ്ങളൊക്കെ ഇജ്ജും കേൾക്കണതല്ലേ. അതൊക്കെ നോക്കുമ്പോ എന്റെ കുട്ടിക്ക് എല്ലാം കൊണ്ട് ഹൈറാണ് അവിടെ. ഉമ്മച്ചീന്റെ വർത്താനം കേട്ടപ്പോ അവൾക്ക് കുറച്ചൊക്കെ സമാധാനമായി. ഞാൻ നാളെ തന്നെ പോവാണമ്മ. ഇനി ഉമ്മ അൻവറിക്കാനോട് വിളിച്ചു പറഞ്ഞ് ഒരു സ്വൈര്യവും കൊടുക്കൂല. ഇക്കാക്ക് പിന്നെ അതൊരു വിഷമാവും. ഞങ്ങളെ കാണാതെ ആ മരുഭൂവിൽ ഒറ്റയ്ക്ക് നിൽക്കല്ലേ. ഇവിടുത്തെ പ്രയാസങ്ങൾ പറഞ്ഞ് ഇക്കാനെ കൂടി അടങ്ങാറാക്കണ്ട എന്നും പറഞ്ഞ് സുമി കൊണ്ടുപോവാനുള്ള ഡ്രസ്സെല്ലാം ബാഗിലാക്കാൻ തുടങ്ങി. ഇനി അടുത്ത വിരുന്നിൽ വരുമ്പോ കുറെ ദിവസം ഞാനിവിടെ നിൽക്കും. അപ്പോ എനിക്കിഷ്ടമുള്ള പലഹാരം ഉണ്ടാക്കി തന്നോണ്ടി എന്ന് പറഞ്ഞ് ഉമ്മാനോട് സലാം പറഞ്ഞിറങ്ങുമ്പോൾ എന്റെ കുട്ടിക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉമ്മച്ചി ഉതിർന്നു വീണ കണ്ണുനീർ അവൾ കാണാതെ തട്ടം കൊണ്ട് തുടക്കുന്നുണ്ടായിരുന്നു. അപൂർവം ചില പെൺകുട്ടികൾക്ക് വന്നു കയറുന്ന വീട് സ്വർഗമായി തോന്നാറുണ്ട്. എന്നാലും സ്വന്തം വീട്ടിൽ വിരുന്നുകാരി തന്നെയാണ് അവൾ. സ്വന്തം വീട്ടിലേക്കൊന്ന് പോവാൻ കൊതിക്കുമ്പോൾ തന്നെ മനസ്സിന് എന്തെന്നില്ലാത്ത ആശ്വാസമാണ്. മരുമക്കളെ മക്കളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. തിരിച്ചും അവളുടെ ശിഷ്ടജീവിതം തുടരേണ്ടത് അവിടെ തന്നെയാണ്. നമ്മൾ പോറ്റി വളർത്തിയ മക്കളെക്കാൾ നമുക്ക് ഉപകരിക്കുക കയറി വന്നവൾ തന്നെയാണ്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വീട്ടിലെ വീട്ടുകാരിയാവാനും ജനിച്ചു വീണ സ്വന്തം വീട്ടിലെ വിരുന്നുകാരിയാവാനും നിനക്കേ കഴിയൂ പെണ്ണേ. രചന ഷാനിഫ് ഷാനി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ CM നൂഞ്ഞേരി.